ഓരോരുത്തർക്കും അവരവരുടെ സ്വകാര്യമായിട്ടുള്ള സംരംഭം കരുതിപ്പെടുത്തി മാത്രമേ മുന്നോട്ടുള്ള ജീവിതയാത്ര സുഖമാക്കി തീർക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനാണ് സ്വയം തൊഴിൽ സംരംഭവും എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിന്റെ സാമ്പത്തിക ഭാരം ഓരോ ദിവസവും കടന്നു പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് കുടുംബനാഥനാഥിക്ക് മുന്നിൽ കഴിയുന്നു. അപ്പോൾ അതിന് സുഗമമായിട്ട് പ്രശ്നം നമുക്കറിയാം. ഓരോ ദിവസവും നമ്മുടെ പത്രങ്ങളും മറ്റേ മാധ്യമങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആത്മഹത്യയുടെ നിരക്കുകളും ആത്മഹത്യ വ്യക്തികളൊക്കെ ഒരു കടഭാരങ്ങൾ കൊണ്ടും മറ്റു കൂട്ടുകൊണ്ടുമാണ് അവരും ആത്മഹത്യ ചെയ്യുന്നത്. ഇതിനൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കൊടുക്കുന്നത് വ്യക്തമായ വരുമാനം അവർക്കാണ് ഉദാഹരണം. വ്യക്തമായ വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കടമുണ്ടാൽ അതിന് എതിരായിട്ട് മറ്റു സ്വാധീനിക്കുക, കടം വയ്ക്കാനും മുന്നോട്ട് പോകാനൊക്കെ കഴിയും. അപ്പോൾ സമൂഹത്തിൽ നമുക്ക് വരുമാനം ഉണ്ടാകുന്ന രീതികളെ കുറിച്ച് നമുക്ക് കൂലങ്കഷമായിട്ട് നമ്മൾ അന്വേഷിക്കണം. അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ഒരു സമരത്തിലേക്ക് പോകുമ്പോൾ നാം നേരിടുന്ന പ്രശ്നങ്ങൾ, അവിടെ തൊഴിൽ പ്രശ്നങ്ങൾ വരാം, തൊഴിൽ നിയമങ്ങളെ നമ്മളൊക്കെ നേരിടണം. തൊഴിൽ ക്ഷേമ പദ്ധതി നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അവർക്ക് അവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല കാര്യങ്ങളും. ടാക്സ് നികുതി, അപ്പോൾ നികുതിയുടെ ഘടന എങ്ങനെയാണ്, നികുതി നമുക്ക് ഏത് രീതിയിൽ അത് അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഈ നികുതി നിയമങ്ങൾ ഇതൊക്കെ നമുക്ക് അല്പസ്വല്പം മനസ്സിലാക്കി മാത്രമേ സുഗമമായിട്ട് നമ്മുടെ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെ ഓരോ ദിവസവും സമൂഹത്തിലും ഈ പറഞ്ഞ സംരംഭ മേഖലയിലും വിശകലനം കുറ്റങ്ങളും കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഭരിക്കുന്ന സർക്കാരുകൾ നിയമങ്ങളെ കൂടുതൽ കാർക്കശമാണ്. നിയമങ്ങളെ അഴിച്ചുവിടുക എന്നതാൽ അല്ലെങ്കിൽ വിരോധീകരിക്കുകയല്ല, കൂടുതൽ അതിനെ സീരിയസ് ആയിട്ട് കൂടുതൽ കടുപ്പിക്കുകയാണ്. അപ്പോൾ നിയമങ്ങൾ കടുപ്പിച്ചു വരുന്നത് കൊണ്ട് നിയമത്തിന്റെ പടികളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ സംരംഭങ്ങളെ നമുക്ക് കരുതിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആവിധ കാര്യങ്ങൾക്ക് തൊഴിൽ നിയമങ്ങൾ എന്താണ്, തൊഴിൽ ക്ഷേമ പദ്ധതികൾ എന്താണ്, അതുപോലെ തന്നെ നികുതി പാലങ്ങൾ എന്താണ്, നികുതി നിയമങ്ങൾ എന്താണ്, ഇതൊക്കെ നമുക്ക് ആമുഖമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് സംരംഭത്തിലേക്ക് കടത്തിയെത്താൻ കഴിയും. അപ്പോൾ ഞങ്ങൾ അതിനോട് പോകുന്ന അവസരത്തിനകത്ത് അല്പസമയത്തിലാണ് ഈ കാര്യങ്ങളെ ഡിസ്കസ് ചെയ്തു. അതായത് ഇദ്ദേഹം പറഞ്ഞു, അതായത് എനിക്ക് പല ബാങ്കുകളും ലോൺ തരാമെന്ന് പറഞ്ഞതാണ്, ലോൺ തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നിന്നാണ് വായ്പയല്ല, ഒരു വായ്പ അതിൽ നിന്ന് വരുമാനം കിട്ടാതെ, കാരണം അത് നമുക്ക് താമസിക്കാൻ പറ്റിയിരിക്കുന്നു. ഒരു വീട് വെച്ചാൽ വീട്ടിൽ താമസിക്കാൻ വീട്ടുവാടക മാത്രം അതിൽ നിന്ന് നമുക്ക് ലാഭിക്കാതെ സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ നിർമ്മാണ വായ്പ എടുത്താൽ ഒരു പക്ഷേ നമുക്ക് അത് അടയ്ക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും, കടബാധ്യത നമുക്ക് കഴിഞ്ഞു പോകും. ബാക്കി ഏത് വായ്പ എടുത്താലും ആ വായ്പ എടുക്കുന്നതിന് മുമ്പ് വായ്പയുടെ തിരിച്ചടവ് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടെങ്കിലേ നമ്മുടെ വായ്പയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പോയാൽ ഒരു കാരണവശാലും നമുക്ക് അതിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വരില്ല. പിന്നെ ആഹാര രോഗങ്ങളും മാരക രോഗങ്ങളും ഒക്കെ, അതുപോലെ തന്നെ ആകസ്മിക മരണങ്ങളും ഇതൊക്കെ സർവസ്വ എല്ലാ രോഗങ്ങൾക്കും നൽകുന്നതാണ്. അതിലാർക്കും മാറ്റാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിച്ചു എന്ത് കാര്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുൻകൂട്ടിയുള്ള ഭീഷണഗതിയിൽ കൂടി തന്നെ നമുക്ക് വായ്പകളെ വിവരിക്കുന്നത് തോന്നുന്നു. പിന്നെ ഒരു കാര്യം മനസ്സിലാകും, ഇവിടെ ഈ വ്യാപാര വ്യവസായ സംരക്ഷണ സമിതിയുടെ ഞാൻ മനസ്സിലാക്കുന്ന വ്യവസ്ഥയൊക്കെ ഈ പ്രദേശത്ത് ശരിയായ രീതിയിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വ്യാപാര
വ്യാപാര വ്യവസായ ഏകോപന സമിതിയുണ്ട്, വ്യാപാര വ്യവസായ സമിതിയുണ്ട്. ഇത് രണ്ടും കോട്ടയം ജില്ലയിൽ വളരെ സജീവമായിട്ട് കൊടുക്കണം. ഇത് വ്യാപാരവും വ്യവസായവും ഉള്ളവർക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടുന്ന കാര്യത്തിന് വേണ്ടിയുള്ള സംഘടനയാണ്. ഇതല്ല, ഈ സംരക്ഷണ സമിതി ഇല്ലാത്തടത്ത് ഉണ്ടാക്കുവാനും ഉള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതാണ്. ഇത് സമൂഹത്തിൽ ശരിയായി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് അവരെ. മനസ്സിലായോ? സമൂഹത്തിൽ ശരിയാക്കാൻ പറ്റില്ല. അതായത് ഇവിടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ഒരു റെസിപ്റ്റായിട്ട് അവർക്ക് ഇറങ്ങിക്കൊണ്ട് അവർക്ക് പിന്തുടർത്താൻ വളരെ എളുപ്പമാണ്. 1 ലക്ഷം രൂപയ്ക്ക് സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ എറണാകുളം ഈ റോഡിന് വേണ്ടിയിട്ടുള്ള വ്യാപാരികൾ മാത്രം അവരെ സമീപിച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ സംഭാവന ഇത് സംഭാവനകളൊന്നും ഇല്ലാതെ ഇതിന്റെ സംഘാടകരെ സ്പോൺസർ ചെയ്തുകൊണ്ട് വരും കാലങ്ങളിലേക്ക് വരുമാനം ഉണ്ടാക്കുന്ന സംരംഭങ്ങളെ ആക്കി തീർക്കുകയാണ്. അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്ന സമിതിയാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതിലേക്ക് ആൾക്കാർ കൂടുതലായിട്ട് കടന്നു വരുള്ളൂ. എന്നാലും കുറച്ച് ആൾക്കാർ പറയും, തന്നെ പറയും, മുൻ മുസ്ലിം സലാം ബീജയൊക്കെ കടന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, വലിയ കുഴപ്പം കാണുന്നില്ലായിരിക്കും, അവിടെ നമുക്ക് കണ്ട് നോക്കാം വിചാരിക്കും. അല്ലെങ്കിൽ പറയാൻ പോകുന്നില്ലാന്ന് വെച്ചാല് ഇത് ഒന്നും കൊടുക്കാതെ ബിരിയാണി തരാമെന്നൊക്കെ പറഞ്ഞ് ചായ എടുക്കും. ഇതെന്തോ വിടായ പരിപാടിയാണ്. ഇതുവരെ ഇവിടെ ഈ പരിപാടിയൊന്നുമില്ല, എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും കിട്ടിയേ ഉള്ളൂ. അപ്പൊ ഇങ്ങോട്ട് തരുമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും അടുത്ത വിടായത്തിലേക്കാണ് പോകുന്നത് വിചാരിക്കുന്നത്. അതുകൊണ്ട് സംഘാടകരെ സംബന്ധിച്ചോളം വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ നമ്മുടെ ഈ ശ്രോതാക്കളെ ബോധവൽക്കരിക്കുന്നത് മാത്രമേ ഇതിൽ കാണുന്നത്. സമൂഹത്തിലാണ് എല്ലാത്തിനും പിടിഞ്ഞുകൊണ്ടിരിക്കുന്ന കാർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായതുകൊണ്ട് കാര്യം അങ്ങോട്ട് വെക്കാൻ ആൾക്കാർക്ക് മടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യത്തൊക്കെ ഇല്ലാത്ത സംരംഭങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനും അങ്ങനെയുള്ള സംരംഭങ്ങൾക്കോ നിലവിലുള്ള സംരംഭങ്ങൾക്കോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് സംരക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന സമിതിയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഉദ്ഘാടനം പറഞ്ഞതുപോലെ ഈ പ്രദേശത്തും താലൂക്കിലും കോട്ടയം ജില്ലയിലും സംസ്ഥാനത്തും ഇത് ഒരുപക്ഷെ ഒരു പുതിയ ആവിഷ്കാരമായിരുന്നു. അത് ഏറ്റവും നല്ലതായിട്ട് കടന്നു വരണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം. ആശംസിക്കുന്നു. പിന്നെ കൂടുതലായിട്ട് സബ്ജക്റ്റിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം വന്നവരിൽ തന്നെയാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് വളരെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വലിയുള്ളവരുടെ അദ്ദേഹം പല വ്യക്തികളോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടെ അതിലേക്ക് കൂടെ നിൽക്കുകയാണ്. കാരണം ബാങ്കുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ പലപ്പോഴും നമ്മുടെ വായ്പ ആശ്രയക്കാർക്ക് കഴിയുന്നു. ഇതാണ് വായ്പ കിട്ടുന്നതിനുള്ള ഒരു തടസ്സമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ബാങ്കിന്റെ മാനേജർ ചോദിക്കുന്ന ചോദ്യത്തിന് മതിയായ രീതിയിലുള്ള ഒരു മറുപടി കൊടുക്കാൻ കഴിയുന്നു. നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ വായ്പ ഇപ്പോഴത്തെ ബാങ്കിൽ ചെല്ലുമ്പോൾ 1 ലക്ഷം രൂപ ബാങ്കിൽ തരാം, എന്തിനാണ് വേണ്ടത്? അതിന് വ്യക്തമായി പറഞ്ഞില്ല. ഞാൻ വ്യാപാര സമിതിയിൽ 1-2 ക്ലാസ് കഴിഞ്ഞു. രണ്ടാമത് വീണ്ടും വരുമ്പോൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു ബാങ്കറാണ് വീണ്ടും രണ്ടാമത് ഈ വായ്പക്കാരെ സമീപിക്കുന്നത്. അന്നേരവും ബാങ്ക് കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് ബാങ്ക് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി അന്നേരവും നൽകുന്നില്ല. അപ്പോൾ സമയത്ത് പിന്നീട് ബാങ്ക് കൊടുക്കുന്നത് ഇവിടെ വളരെ